ലൈറ്റ് പൊല്യൂഷനാണ് ഒട്ടേറെ രോഗങ്ങൾക്കിന്ന് കാരണം. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നൊരു ബൾബുണ്ട്, അതിൻ്റെ ഉള്ളിൽ ചുവന്ന ഒരു കമ്പി കഷ്ണം കത്തും, അതുകൊണ്ട് ശല്യമില്ല. പിന്നെ ഫ്ലൂറസെന്റ് വന്നു, അതിനുശേഷം പിന്നെ ഒരു LED വന്നു. ഇതൊക്കെ എല്ലിടിക്കുന്ന സാധനമാണ്, എല്ലിടിച്ചു കൊല്ലും. അത് ഹലോജിൻ, ഇതൊക്കെ ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ ഇങ്ങനെ അടിച്ചു വെക്കാം, അപ്പൊ തിരിച്ചിങ്ങോട്ട് വരും. ഇത് മനുഷ്യന്റെ കണ്ണിലൂടെ കയറിയാൽ അത് ഹാർട്ടിലെത്തുകയും കിഡ്നി തകരാറാക്കുകയും ഹാർട്ട് തകരാറാക്കുകയും ഒരുപാട് അസുഖങ്ങളുണ്ടാക്കും. അസ്സലാമലൈക്കും, പ്രിയമുള്ളവരെ, റിയാക്ടിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇവിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്അരി, അദ്ദേഹം ഇതിനു മുമ്പ് മറ്റൊരു തള്ളിയിരുന്നു. അത് ജൂതൻ്റെ ലെയ്സിനെ കുറിച്ചാണ്, മണ്ണെണ്ണയിൽ വറക്കുന്ന ജൂതൻ്റെ ലെയ്സ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞത് LED ലൈറ്റ്, അതിലേക്ക് വലിയ ലൈറ്റിലേക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണിലൂടെ വന്ന് അത് വലിയ പൊല്യൂഷനാണെന്ന് അദ്ദേഹം പറയുന്നത്. അത് നമ്മുടെ കണ്ണിലൂടെ കയറി അത് ഹൃദയത്തിലെത്തിയത് കിഡ്നിയൊക്കെ തകരാറാക്കും എന്നാണ് പറയുന്നത്. അത് വിശദീകരിക്കുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ, ഒരു ഗ്രന്ഥം ഇവിടെ പരിചയപ്പെടുത്താനുണ്ട്. തഫ്സീർ മുയസ്സർ എന്നാണ് അതിന് പേര് നൽകിയിട്ടുള്ളത്. 1, 2, 3 വാല്യങ്ങൾ ഇപ്പോൾ ഓഫറിൽ സ്വന്തമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അഹ്ലുസുന്ന പുറത്തിറക്കിയ തഫ്സീറാണ്. ഇതിൻ്റെ പ്രത്യേകത, ഓരോ ഓരോ വാല്യങ്ങളായിട്ടാണ് പുറത്തിറക്കുന്നത്. 1ഉം 2ഉം പുറത്തിറക്കിയിരുന്നു, ഇപ്പോൾ 3ാമത്തെ വാല്യം കൂടിയും പുറത്തിറക്കി എന്നുള്ളതാണ് അഹ്ലുസുന്ന ബുക്കിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. വിശുദ്ധ ഖുർആനിൻ്റെ മാസമായ പരിശുദ്ധ റമദാൻ പടിവാതിൽക്കൽ എത്തിയ ഈ സമയത്ത് അള്ളാഹുവിൻ്റെ കലാം അടുത്തറിയാനും ആഴത്തിൽ പഠിക്കാനും നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം എന്നാണ് അവർ പറയുന്നത്. ഇതിനായി നിങ്ങളെ സഹായിക്കുന്ന ലളിതമായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമാണ് തഫ്സീർ മുയസ്സർ. ഈ തഫ്സീറിൻ്റെ പ്രത്യേകതകൾ, ഈ തഫ്സീറിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുക്കുന്നുണ്ട്. ലോകപ്രസിദ്ധങ്ങളായ 6 തഫ്സീറുകൾ അവലംബിച്ച് തയ്യാറാക്കിയതാണ്. പരിഭാഷയ്ക്ക് പുറമെ ഓരോ ആയത്തുകൾക്കും ലഘുവ്യാഖ്യാനങ്ങളുണ്ട്. ആയത്തുകളിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തിയതുമാണ്. ക്രോഡീകരണം അബ്ദുൽ മുഹ്സിൻ ഐദീദാണ് എന്ന് പ്രബോധന രംഗത്ത് സലഫി ഉലമാക്കളിൽ നിന്ന് ദീനഭ്യസിക്കുന്ന അബ്ദുൽ മുഹ്സിൻ ഐദീദ്, ഇവിടെ പല ആളുകളും അദ്ദേഹത്തെ വളരെ മോശമായി കൊണ്ടൊക്കെ ചിത്രീകരിക്കാറുണ്ട്. സാദാത്യങ്ങൾ, തങ്ങന്മാർ, അവരെയൊക്കെ വലിയ ആ ഒരു ലെവലിൽ കാണുകയും ആദരിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ, അതിലെ ചില പേടുകൾ അബ്ദുൽ മുഹ്സിൻ ഐദീദ് ഒരു തങ്ങളാണ് എന്ന ആ ഒരു കാര്യം പോലും സ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെയൊക്കെ വളരെ മോശമായി കൊണ്ട് ചിത്രീകരിക്കാറുള്ളത്, പറയാറുള്ളത്. ശ്രദ്ധിക്കുക, അദ്ദേഹമാണ് ഈ ഗ്രന്ഥം ക്രോഡീകരിച്ചിട്ടുള്ളത്. ലാമിനേറ്റഡ് ഹാർഡ്ബോർഡ് ബൈൻഡിങ് ആണ്. വാല്യം 1 അമ്മ ജുസ് ആണ്. അമ്മ ജുസിൻ്റെ മുഖവില 400 രൂപയാണ്, ഇപ്പോൾ 300 രൂപയ്ക്ക് ലഭിക്കുമെന്നുള്ളതാണ്. വാല്യം 2 തബാറക ജുസ് ആണ്. മുഖവില 400 രൂപ തന്നെ, ഇപ്പോൾ 300 രൂപയ്ക്ക് ലഭിക്കും. വാല്യം 3 കത് സമയ ജുസ് ആണ്. അതും മുഖവില 400 തന്നെയാണ്, ഇപ്പോൾ 300 രൂപയ്ക്ക് ലഭിക്കും. 3ഉം കൂടി നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ 900 രൂപയ്ക്ക് ലഭിക്കും. ഇത് ഓരോന്നും നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിന് 50 രൂപ കൊറിയർ ചാർജ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ 3ഉം കൂടി ഒരു സെറ്റായിട്ട് ഒന്നിച്ച് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടേക്കും പോസ്റ്റൽ ചാർജ് സൗജന്യമാണ്. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം എന്നാണ് അഹ്ലുസുന്ന ബുക്ക് അറിയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, പരിശുദ്ധ റമദാൻ പ്രമാണിച്ചുകൊണ്ട് അവർ കുറേയേറെ ഗ്രന്ഥങ്ങൾ പുറത്തിറക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പണിപ്പുരയിലാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന മുറയ്ക്ക് നമ്മൾ ഓരോ ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തും. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹാർഡ്ബോർഡ് ബൈൻഡിങ് ഉള്ള, ലാമിനേഷൻ ബൈൻഡിങ് ഉള്ള ഗ്രന്ഥത്തിൻ്റെ ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആവശ്യമുള്ളവർ അഹ്ലുസുന്നയുമായിട്ട് ബന്ധപ്പെടുക. അഹ്ലുസുന്നയുടെ ഫോൺ നമ്പർ ഇവിടെ ചേർത്തിട്ടുണ്ട്, ബന്ധപ്പെടാനുള്ള നമ്പർ ഇതിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇപ്പോൾ അബ്ദുൽ ഹക്കീം അസ്അരി പറഞ്ഞത്, ലൈറ്റ് ആദ്യമൊക്കെ ഈ ചുവന്ന ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു, ഫിലമെൻ്റ്, അത് നിയോൺ ബൾബാണ്. ആ നിയോൺ ബൾബ് ഇപ്പോഴും പല സ്ഥലങ്ങളിലും അവൈലബിൾ ആണ്. കറണ്ട് ചാർജ് കൂടുതലായത് കാരണം അതിങ്ങനെ മാർക്കറ്റിൽ നിന്നും വീടുകളിൽ നിന്നും അതുപോലെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഒഴിവായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ചില കോഴി വളർത്തൽ കേന്ദ്രങ്ങളിലൊക്കെ പോയാൽ ഇപ്പോഴും അത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ പേര് ഉസ്താദെ നിയോൺ ബൾബ് എന്നാണ്.
പിന്നീട് അദ്ദേഹം ഫ്ലൂറസെൻ്റ് ലാമ്പ് എന്ന് പറഞ്ഞു. ഫ്ലൂറസെൻ്റ് ലാമ്പ് എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ട്യൂബ് ലൈറ്റ് ആണ്. ട്യൂബ് ലൈറ്റിനെ ഫ്ലൂറസെൻ്റ് ലാമ്പ് എന്നാണ് ശരിക്ക് അറിയപ്പെടുക. നമ്മൾ ട്യൂബ് ലൈറ്റ് എന്ന് പറയും. അതും ഇപ്പോൾ ട്യൂബ് ലൈറ്റിൻ്റെ മോഡലിൽ LED ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നീട് അതിനിടയ്ക്ക് വന്ന ഒരു ഇടത്തരക്കാരനായ ഒരു സാധനമുണ്ട്, CFL എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബൾബ്. ഗൾഫിൽ നിന്ന് ആദ്യമൊക്കെ അത് കൊണ്ടുവന്നിരുന്നു. പിന്നീട് നമ്മുടെ നാട്ടിൽ തന്നെ ചൈനക്കാർ അത് ലോഡ് കണക്കിന് തള്ളിയിട്ട് ഒരു വിലയില്ലാത്ത സാധനമായിരുന്നു കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. അതാണ് CFL. അതിനുശേഷം വന്നതാണ് LED ലാമ്പുകൾ. LED ലാമ്പുകൾ വന്നപ്പോൾ ഈ LED ലാമ്പൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഹാലോജൻ ലാമ്പുകൾ മുൻപേ ഉണ്ട്. ഈ നിയോൺ ബൾബിൻ്റെ കാലത്തും ഹാലോജൻ ലാമ്പ് ഉണ്ട്. അതുപോലെ തന്നെ കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പുകളുടെയൊക്കെ കാലത്തും ഹാലോജൻ ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഹാലോജൻ ലൈറ്റിനൊക്കെ ഒന്നുകൂടെ പവർ കൂടിയിട്ടുള്ള അല്ലേ ഹൈമാസ് ലൈറ്റുകൾ അത് LED ആണ്. അതുപോലെ തന്നെ ഈ ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിലൊക്കെ ഡേ നൈറ്റ് മത്സരങ്ങൾ നടക്കുന്നിടത്തൊക്കെ കാണുന്ന വലിയ വലിയ ലൈറ്റുകളുണ്ട്, ഫ്ലഡ് ലൈറ്റ് എന്നൊക്കെ പറയുന്ന. അപ്പോൾ അതിലേക്കൊക്കെ നോക്കിയാൽ ഇപ്പോൾ ഈ മൈഗ്രെയിൻ ഉള്ള ആളുകൾ അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലുമൊക്കെ തകരാറുള്ള ആളുകൾ വലിയ വെളിച്ചത്തിലേക്ക് നോക്കിയാൽ അവർക്ക് തലവേദനയൊക്കെ സാധാരണയായിട്ട് വരാറുണ്ട്. അങ്ങനെ അസുഖമുള്ള ആളുകൾക്ക്. ഇനി അസുഖം ഉള്ളവനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും വലിയ പ്രകാശത്തിലേക്ക് ദീർഘനേരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണിനൊക്കെ വേദന ഉണ്ടാവും. അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ്. പിന്നെ തലയ്ക്ക് വേദന ഉണ്ടാവുന്നത് കണ്ണ് നമ്മൾ എന്താണോ നോക്കുന്നത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ തലച്ചോറിലേക്ക് അത് എത്തിക്കുന്നുണ്ട്, അത് സന്ദേശം എത്തിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ടും നരമ്പുകളുടെ പ്രവർത്തന ഫലമായിക്കൊണ്ടൊക്കെ തലവേദന ഉണ്ടാവും. എന്നാൽ ഹൃദയത്തിന് എങ്ങനെയാണ് എൻ്റെ ഉസ്താദ് ലൈറ്റിക്ക് നോക്കിയാൽ എന്തെങ്കിലും അസുഖം ഉണ്ടാകുക? ഇനി അത് മാത്രമല്ല, ഹൃദയം അസുഖമായതിൻ്റെ ഭാഗമായിക്കൊണ്ട് കിഡ്നിയിലേക്ക് പോലും അത് വരും, എന്നിട്ട് കിഡ്നി ഫെയിലിയർ ആവും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കിഡ്നി നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്ന ഒരു സംഭവമാണ്. ആ കാര്യത്തിന് ലൈറ്റുമായിട്ടും കണ്ണുമായിട്ടൊക്കെ എന്ത് ബന്ധമാണ് എൻ്റെ അസരി ഉസ്താദെ? അപ്പോൾ ആരെങ്കിലും ഇദ്ദേഹം ഒരു ഡോക്ടറാണ്, എന്തെങ്കിലും യൂനാനിയോ അതോ അല്ലെങ്കിൽ ഈ ആയുർവേദമോ ഒക്കെ ആണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അത് ഉറുദു ഭാഷയിൽ ഒഡീഷയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഡോക്ടറേറ്റ് ആണ്. അതിൻ്റെ അപ്പുറമൊന്നുമില്ല. മൂപ്പര് പറയുന്നത് അത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി അങ്ങനെ പറയുമ്പോൾ ആളുകൾ കരുതും അങ്ങനെയൊന്നും പറയണ്ട, മൂപ്പര് ഇതിനേക്കാട്ടിലൊക്കെ വലിയത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. ഉണ്ട്, ഇതാ കേട്ടോളി, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം മൂപ്പര് പറഞ്ഞൊന്ന് കേട്ടോക്കാണി. 5 രൂപയ്ക്ക് വിൽക്കുന്ന ലെയ്സ് എന്ന് പറഞ്ഞ ജൂതന്മാരുടെ ഒരു ചിപ്സ് ഉണ്ട്. എന്താണത്? കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ ആഗ്രഹം വരുന്നത് മണ്ണെണ്ണയിൽ പൊരിക്കുന്നത് കൊണ്ടാണ്. ഒരു മണ്ണെണ്ണന്റെ വാസന അതിനുണ്ടാകും. അത് മണ്ണെണ്ണയിൽ പൊരിക്കുന്നതാണ് എന്നുള്ളതിൻ്റെ തെളിവെന്താണെന്നറിയോ? അതിന് മണ്ണെണ്ണയുടെ വാസന ഉണ്ടാവുന്ന. ആരോ മണ്ണെണ്ണ പിടിച്ച കൈ കൊണ്ട് ലേസുമ പിടിക്കുകയും ആ ലേസ് ഇയാൾക്ക് തിന്നാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വിചാരം ഈ മണ്ണെണ്ണയുടെ വാസന ഉള്ളത് കൊണ്ട് അത് മണ്ണെണ്ണയിലാണ് പൊരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിൻ്റെ ബാക്കി കുറച്ചുകൂടി ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ബലൂണ് പോലെ വീർത്തു നിൽക്കുന്നതിന്റെ കവറ്? ഞാൻ നേരത്തെ പറഞ്ഞ ചില വാതകങ്ങൾ ഈ പാക്കേജിന്റെ ഭാഗമായി അടിക്കുന്നതാണ്. ഞാൻ നേരിട്ട് കൊല്ലത്ത് ഫാക്ടറികളിൽ ചെന്ന് കണ്ടുകൊണ്ടാ പറയുന്നത്. മൂപ്പര് നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ത് കുറെ വാതകങ്ങൾ ഇതിലേക്ക് അടിക്കുന്നത് കൊണ്ടാണെന്നുള്ളത്. സത്യത്തിൽ അതിൻ്റെ അടിസ്ഥാനം വലിയ വലിയ കാർട്ടൂണുകളിലായിട്ടാണ് ഈ സാധനം വരാറുള്ളത്. അത് വരുമ്പോൾ തന്നെ അതിനുള്ളിൽ അതിങ്ങനെ മാല പോലെ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ സാധനം തമ്മിൽ ചേർന്ന് പൊട്ടാതിരിക്കുവാൻ വേണ്ടിയിട്ട് ലേസിനുള്ളിൽ എയർ ഉണ്ടാവാറുണ്ട്. അത് നിയോൺ വാതകമോ അല്ലെങ്കിൽ ഹൈഡ്രജൻ വാതകമോ ഒന്നുമല്ല, സാധാരണ എയർ അതിൽ ഉണ്ടാവാറുണ്ട്. അത് വളരെ ചെറിയ 1 2 അല്ലെങ്കിൽ 4 5 കഷ്ണം, മാക്സിമം 3 4 കഷ്ണം അതിലുണ്ടാവുള്ളൂ ഈ പൊട്ടാറ്റോൻ്റെ. ബാക്കിയൊക്കെ എയറായിരിക്കും. അത് എയർ കയറ്റുന്നത് ഇത് കേടുവരാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല, ഇത് തമ്മിൽ അമർന്ന് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എപ്പോൾ ലേസ് തുറന്നാലും അതിലുള്ളതൊക്കെ പൊട്ടാതെ കിട്ടുന്നുണ്ട്. പൊട്ടിയിട്ട് വളരെ ദുർലഭം നമുക്ക് കിട്ടുള്ളൂ. അതെന്താ പൊട്ടാതെ കിട്ടുന്നത്? അത് അതിൻ്റെ ഉള്ളിൽ ആ എയറുള്ളത് കൊണ്ടാണ്. എയറിൽ കിടക്കുന്നത് കൊണ്ട് അത് തമ്മിൽ വരഞ്ഞ് എന്തെങ്കിലും ആവുക എന്നല്ലാതെ പ്രസ്സായിട്ട് പൊട്ടൂല. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ മണ്ണെണ്ണയുടെ അടിസ്ഥാനം എന്താ? മൂപ്പർക്ക് മണ്ണെണ്ണ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത് ഇത്രയും ദീർഘിച്ച് പറയുന്നത് അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു
ഒരു ആരോഗ്യ പ്രവർത്തകനായ ഡോക്ടറോ ആണ് എന്ന് കരുതിയിട്ട് ഇതൊക്കെ സത്യമാണെന്ന് ആരും കരുതണ്ട. ഇതൊക്കെ എന്താണെന്നുള്ളത് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ആരുടെയിലൊക്കെ ഒന്ന് ചോദിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു വിശ്വാസി സമൂഹത്തെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇത് നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, എക്സ് മുസ്ലിങ്ങൾ ഇത് ട്രോളായിട്ട് ഇങ്ങനെ കൊണ്ടു കിടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ വലിയ ട്രോളൊന്നും ട്രോളണ്ട, അത് ഇസ്ലാമിനെ ട്രോളണ്ട എന്നുള്ളതാണ്. അബ്ദുൽ ഹക്കീം അസരി എന്തെങ്കിലും പറഞ്ഞതിന് ഇസ്ലാം ഉത്തരവാദികളല്ല, നിങ്ങൾക്ക് ട്രോളാം. അബ്ദുൽ ഹക്കീം അസരി എന്നുള്ള ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ട്രോളാം, അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യത്തെ ട്രോളാം എന്നുള്ളതാണ് ഈ വീഡിയോ ചെയ്യാനുണ്ടായ പ്രചോദനം. പ്രിയമുള്ളവരെ, നമ്മൾ ഇടയിൽ കാണിച്ച ആ തഫ്സീർ വാങ്ങാൻ കഴിയുന്നവർ വാങ്ങുക. ഇത് ഒരു ബിസിനസ്സായിട്ടൊന്നും ആരും കാണേണ്ടതില്ല. ഇതിൽ ബിസിനസ്സും ഇല്ല. അഹ്ലുസുന്ന ബുക്കുമായിട്ട് പരിചയമുണ്ട് എന്നല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നുമില്ല. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല. സുഹൃത്താണ്. അവരുടെ ഗ്രന്ഥങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അവർ അയച്ചു തരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് വാങ്ങാം. ആ കൂട്ടത്തിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞു, 30 ജുസും ഓരോ വാല്യങ്ങളായിട്ടായിരിക്കും ഇത് വരിക എന്നുള്ളതാണ്. അതിപ്പോൾ 3 ജുസുകളിലും നമ്മൾ കണ്ടത് അങ്ങനെയാണ്. 3 ജുസുകളും ഇവിടെ നാസ് മുതൽ അങ്ങോട്ടാണിത് ഇറക്കുന്നത്. അബ്ദുൽ മുഹസിൻ ഐദീദിൻ്റെ ശ്രമഫലമായിക്കൊണ്ടാണ് അത് ക്രോഡീകരണം നടന്നിട്ടുള്ളത് എന്നൊക്കെ അറിയിച്ചു. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർ വാങ്ങുക. ഈ വീഡിയോ അതിൻ്റെ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.